എന്ത് തോന്നി? വളരെ സന്തോഷം. പടം കണ്ടിട്ട് നിനക്കെന്ത് തോന്നി? അത് പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ ഡെബ്യൂ എൻ്റെ ഫേസ് ഇങ്ങനെ സ്ക്രീനിൽ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഞാനങ്ങ് മയങ്ങിപ്പോയി അതില്. നല്ല അഭിപ്രായം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് നിന്റെ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് പലതും ഓർമ്മ. നിന്റെ ചാട്ടവാറുകൊണ്ടുള്ള അടി അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി പടം കാണണം. പടം കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയാ. കൊച്ചു കൊച്ചു രഹസ്യങ്ങൾ അവിടെ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. സോ കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയാം. അങ്ങനെ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെ പോയിട്ട് പടം കാണുക അല്ലേ? ധൈര്യമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 മണിക്കൂർ വൃത്തികേടായ പടം ഏതാ നിങ്ങൾക്ക് നീറ്റായിട്ട് കാണാൻ പറ്റിയൊരു പടം. ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും. ബോറടിക്കില്ല. സോ നിങ്ങൾ പോയി കാണുക. നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. ഞാനിങ്ങനെ അഭിനയിച്ചു, ഇവനെങ്ങനെ അഭിനയിച്ചു എന്നൊക്കെ നിങ്ങൾ പറയണം. നമ്മൾ പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ കണ്ടു. വി റിയലി ലൈക്ഡ് ഇറ്റ്. ഞാൻ ഫാൻ ആയിരുന്നുണ്ട്. ഫാൻസ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഇപ്പം എല്ലാവരും ഇല്ല. 2 മാസം ഒരു ഫാമിലി പോലെ. നമ്മൾ ഏറ്റവും ഇപ്പൊ മിസ് ചെയ്യുന്നത് നവാസ്കേനെ കേട്ടോ. ബിക്കോസ് പുള്ളിക്കാരൻ ഒരു എന്താ പറയാ, ഈ ചിൽ മറ്റേ ഹാപ്പി പിൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് പുള്ളീനെ അറിയുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഈസ് ലൈക്ക് എ ഫുൾ ഓൺ എന്താ പറയാ, ഭയങ്കര ഹാപ്പി ഒരു മനുഷ്യൻ. അപ്പം പുള്ളി വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാനേ നേരമുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ സാർ അവിടെ നിന്ന് മൈക്കിന്ന് വിളിച്ചു പറയും, മതി നമ്മളെ തെറി വിളിച്ചത് എന്നൊക്കെ ഡയറക്ടർ സാർ മൈക്കിന്ന് വിളിച്ചു പറയും. കാരണം ഇത് കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓർക്കില്ലല്ലോ. അപ്പൊ അവര് ഒക്കെ കേൾക്കുന്നുണ്ട് പറയും. റിയൽ സ്റ്റോറി ബേസ്ഡ് അല്ലേ? അങ്ങനെ പറഞ്ഞോ ആള്? അതെ, റിയൽ സ്റ്റോറി ബേസ്ഡ് ആണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇത് ഒരു സ്റ്റോറി ബേസ്ഡ് കഥയാണ്. റിയൽ സ്റ്റോറി ആസ് ഇൻ നോട്ട് എക്സാക്ട്ലി ദ സെയിം. ആ ഒരു അയ്യോ, അത് പറയാൻ പാടില്ല. അതൊന്ന് കട്ട് ചെയ്യോ? നിങ്ങൾ ഇതുപോലത്തെ സിനിമ സപ്പോർട്ട് ചെയ്യണം. നീ ഇത്ര തന്ത വൈബില് സംസാരിക്കില്ല. നീ ആൾക്കാർ ഇരുന്ന് അത് വൻ ബോറാണ്. അത് കേട്ട് ചിലപ്പോ കാണണമെന്ന് വിചാരിക്കുന്നവരെ പോയി പടം കാണാൻ. സത്യം നിങ്ങൾ കാണണം. നല്ലൊരു സിനിമയാണ്, എന്തായാലും കാണണം. മാത്രമല്ല ഇത്തരം സിനിമകൾ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് കോടികളുടെ ഇതൊന്നും ഇല്ല. ടു ബി ഓണസ്റ്റ്, ഒരു ചെറിയ ബഡ്ജറ്റ് മൂവിയാണ്. ഇപ്പൊ ഇറങ്ങുന്ന പടങ്ങളൊന്നും വെച്ച് കമ്പയർ ചെയ്യാതെ നിങ്ങൾ നോർമലി ഒരു പടം കാണുന്നത്, ആ പടം കാണാനുള്ള ഒരു എഫേർട്ട്, നീ മിണ്ടാതിരിക്കണ്ടോ? പടം കാണാനുള്ള ഒരു എഫേർട്ട്, ഇതാണ് ഇവന്റെ പ്രശ്നം. പടം കാണാനുള്ള ഒരു എഫേർട്ട് ഇട്ടിട്ട് പോയി പടം കാണാം. അല്ലാതെ ഇപ്പൊ ഒന്നും പറയാൻ പ്രത്യേകിച്ചില്ല. ഭയങ്കര സന്തോഷമാണ്. ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ നെർവസും ആണ്, അതേപോലെ എക്സൈറ്റഡും ആണ്. ഇപ്പം ഫസ്റ്റ് ഷോയെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള ഷോസ് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. എങ്ങനെ നമ്മുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നും പറയാം. മാർക്കോ ആനിമൽ മൂവിയുടെ അതെ, പുള്ളി ഒരു 3 days വന്നിട്ടാണ് പുള്ളി പെട്ടെന്ന് എല്ലാം, പുള്ളിനോടും പെട്ടെന്നായിരുന്നു ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞ് ടക്ക് 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 പുള്ളി എല്ലാം സോർട്ട് ചെയ്ത്. അഖിലേട്ടനാണെങ്കിലും ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടായിരുന്നു ആ ഒരു 3 days ചെയ്തത്. പിന്നെ ലക്ഷ്മി ലാസ്റ്റിലത്തെ സീക്വൻസും എല്ലാം കുറച്ച് ബുദ്ധിമുട്ടിയാണ് എല്ലാരും ചെയ്തത്. ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്. ഇവരുടെയൊക്കെ ദേഹത്തൊക്കെ കലയായിരുന്നു. നെക്സ്റ്റ് ഡേ ഇവര് ഫൈറ്റിന്റെ സീന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഇവര് വരുന്ന സമയത്ത് ഇവരിങ്ങനെ കാണിക്കും, ഇത് നോക്കണ്ടോ പറഞ്ഞിട്ട്. അപ്പൊ അത്രയും എഫേർട്ട് ഉണ്ട്. വെള്ളത്തിലൊക്കെ മറിഞ്ഞ് ചാടി വീഴുന്ന സീനൊക്കെ, ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് കാട്ടുപ്രദേശത്തായിരുന്നു അത് ഷൂട്ട് ചെയ്തത്. അപ്പം നമുക്ക് രാത്രി ഒരു ടൈം കഴിഞ്ഞാൽ ആന ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് പടക്കൊക്കെ പൊട്ടിക്കുന്നത് കേൾക്കാം. കാട്ടിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ. അതിന് തൊട്ടടുത്ത് എന്താണ്, വിഷു ആണോ ദീപാവലിയാണോ എന്താ പരിപാടി അറിയില്ല. അത്രയൊന്നും വിചാരിച്ചിട്ടില്ല. ഇതൊക്കെ ഇപ്പം കൂട്ടി പറഞ്ഞു. അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം ഞാൻ സ്കോർ ചെയ്യും. ഞങ്ങൾ പോയിട്ട് അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡിനോട് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് അവിടെ ആന ഇറങ്ങുന്നുണ്ട്. ആനത്താരയുണ്ട്, ആന സ്ഥിരമായിട്ട് പോകുന്നൊരു വഴിയുണ്ട്. അവിടെയാണ് നമ്മുടെ ഷൂട്ട് നടക്കുന്നത്. ആ വഴിയിലാണ്. അപ്പൊ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ആ ഷൂട്ട്. രാത്രിയൊക്കെ ഒരു 9:30 വരെയാണ് നമുക്ക് യൂഷ്വലി ബാറ്റ കംപ്ലീറ്റ് ആവുന്നവരെ വി ഹാവ് ഷൂട്ട്. അപ്പൊ അത് കഴിഞ്ഞ് ആ ഒരു ടൈം 8:30 ആകുമ്പോഴത്തേക്ക് ഇരുടായല്ലോ ഓൾറെഡി. പിന്നെ കാട്ടുപ്രദേശം കൂടി ആകുമ്പോൾ പറയണ്ട. ഈ സിനിമ കണ്ടിട്ട് കൃഷ്ണയുടെ ബോയ് ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു? അത് പറയൂ. നീ എന്തൊക്കെയാ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. ഇതൊക്കെ കട്ട് ചെയ്യാനേ പാടില്ല. ഇതൊക്കെ കട്ട് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അയ്യോ ദൈവത്തെ ഓർത്ത്, നീ എനിക്ക് എന്റെ ഫസ്റ്റ് മൂവി കഴിഞ്ഞപ്പോ തന്നെ മലയാള സിനിമയിൽ വളർന്നു വരുന്ന ആക്ടറാണ്. ആക്ച്വലി അതാണ് എനിക്ക് പറയാനുള്ളതും. എന്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ നിങ്ങൾ പോയി കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ് എന്ന് ജെന്യൂൻ ആയിട്ട് പറയാം. അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നല്ലതായാലും മോശമായാലും അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതെ, ഇൻസ്റ്റാഗ്രാമിൽ അടിച്ച ഒരുപാട് ഡാൻസ് വീഡിയോസ് നിങ്ങളാണ്. ആക്ച്വലി കൃഷ്ണ ബേസിക്കലി ഞാനൊരു ഡാൻസറാണ്. ഞാൻ ബേസിക്കലി ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പോൾ അതൊക്കെ എന്നെ മൂവിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു ഇതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. താങ്ക് യു ഗൈസ്.
സിനിമ കാണാൻ വേണ്ടി സിനിമ പറയാം. എല്ലാവരും എല്ലാവരും പോയിട്ട് മൂവി എന്തായാലും കാണാം, സിനിമ കാണണം. എന്നിട്ട് മുഴുവൻ അഭിപ്രായം പറയാം. അഭിപ്രായം രേഖപ്പെടുത്തണം. യെസ്, എന്നിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തു, സ്റ്റോറി ഇഷ്ടമായോ, കോണ്ടന്റ് ഇഷ്ടമായോ എന്നുള്ളതും കൂടി പറയാം. പാട്ട് ഇഷ്ടമായോ എല്ലാം പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. Thank you so much. താങ്ക് യു, ബൈ.